ചേട്ടാ ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ വഴി കൂടെ നടന്ന് പൂവിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വരുമ്പോൾ ചേട്ടനെ കണ്ടു. ചേട്ടനെ എനിക്ക് കറക്റ്റ് മോഡലായിട്ട് തോന്നി. ചേട്ടൻ്റെ ഒരു 4-5 സ്നാപ്പ് ഞാൻ എടുത്തോട്ടെ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ചാനലൊക്കെ ഉണ്ടോ? ആണ് ചേട്ടാ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ചേട്ടാ. എനിക്ക് 39 ഫോളോവേഴ്സ് ഉണ്ട് ചേട്ടാ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് 100 ഫോളോവേഴ്സ് വരെ ഉണ്ട് ചേട്ടാ. പക്ഷെ 50 ഫേക്ക് ഐഡിയാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷെ അല്ല, അത് 50 പേരും റിയലാണ്. ബാക്കി 50 പേരിൻ്റെ ഫേക്ക് ഐഡിയ നമ്മളെ സമ്മതിക്കാം. പക്ഷെ 50 പേര് റിയലാണ്. ഓക്കെ ഓക്കെ, എന്തായാലും കയറുക. ഓക്കെ. എങ്ങനെ ഞാൻ എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ചേട്ടൻ നിന്നാലേ പോസ് അല്ലേ? അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു ഫോട്ടോഗ്രാഫർ പറയുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പറഞ്ഞുതരാം ചേട്ടാ. ചേട്ടൻ ആദ്യം ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ. എന്താണെന്ന് അറിയില്ല ചേട്ടാ, ചേട്ടനെ കാണുമ്പോൾ തൊട്ട് ക്യാമറ ഇരുട്ടിലേക്കാണ് പോകുന്നത് തോന്നുന്നു. എൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ രാവിലെ തൊട്ട് എടുക്കുന്നു. എല്ലാം ഇരുട്ടിലേക്കാണ് പോകുന്നത്. ക്യാമറയുടെ എന്ത് പ്രശ്നമാണ് പോകുന്നത്? മോനെ ആ ക്യാമറയുടെ ആ ലെൻസ് ലോഡിലോട്ടൊന്ന് നോക്കിക്കുക മോനെ, കറക്റ്റായിട്ട് അത് മനസ്സിലാവും. മോനെ ആ ക്യാമറ അത് ഒന്ന് ശരിക്കും ഒന്ന് നോക്കി. മോൻ പ്രൊഫഷണൽ ആണെന്ന് ചേട്ടന് മനസ്സിലായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എടുത്തു. ക്യാമറ ഒക്കെ ഉപയോഗിച്ച് പരിചയമുണ്ടോ? ചേട്ടൻ ഞാൻ പരീക്ഷിച്ചല്ലേ ക്യാമറയുടെ ലെൻസ്. അതെ മോന് ക്യാമറ ഉപയോഗിച്ചൊക്കെ ശീലമുണ്ടല്ലോ അല്ലേ? പിന്നല്ല ചേട്ടാ, ക്യാമറ എന്ന് പറഞ്ഞ് ജനിച്ചു വീണത് തന്നെ ക്യാമറയുടെ മുന്നിലേക്കാ. അതെന്താ മോനെ, എന്താ DSLR കൊണ്ടാണോ മോൻ പറ്റി വീണത്? ചേട്ടാ നമ്മളിങ്ങനെ ആയിക്കോട്ടെ. ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാമോ? പിന്നെന്താ, കിടിലൻ ഫോട്ടോ ചേട്ടാ. ചേട്ടൻ ഇനി ചേട്ടൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലൊന്നും നിന്നാ മതി. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നിക്കണമെന്നില്ല, എന്റെ വണ്ടി എടുത്താലും മതി. എന്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാണ്. അതെ ചേട്ടൻ വളരെ കൊടീശ്വരനാണെന്ന് തോന്നുന്നു. അമ്പത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോടീശ്വരൻ ചിലപ്പോൾ ഞാനായിരിക്കും. കല്യാണമൊക്കെ ആയി ചേട്ടാ? ഇല്ല, ഇനി അടുത്ത വർഷത്തേക്ക് വല്ലതും നോക്കുന്നുണ്ട്. പെണ്ണെ കണ്ടാറേ നല്ലൊരു പെണ്ണെ കിട്ടും ചേട്ടനാണ് ഉടനെ തന്നെ. മോന് വേറെ പെങ്ങളൊക്കെ വല്ലതും ഉണ്ടോ? ഇല്ല ചേട്ടാ. പോട്ടെ, സാരമില്ല. കെട്ടിച്ച് തന്നേന്. എന്ത് ചെയ്യാനാ, നമുക്ക് യോഗം ഇല്ലാതായി. എടുത്തോ. എങ്ങനുണ്ട്? റംബൂട്ടാനൊന്നും പഴുത്തിട്ടില്ല മോനെ. എന്റെ കയ്യിലൂടെ ഒരു കാർ ഇങ്ങനെ വരുന്ന അത് നന്നായിരിക്കും. വേറെ ആരും ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ചേട്ടൻ്റെ വെഡിങ് എന്നെ ഫോട്ടോഗ്രാഫിക്ക് വിളിക്കണം ചേട്ടാ. തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം. പക്ഷെ ഇതിന്റെ ഒക്കെ റിസൾട്ട് ഞാൻ നോക്കിയിട്ടേ ഞാൻ വിളിക്കുകയുള്ളൂ. സേവ് ദ ഡേറ്റിൽ എന്റെ പുതിയ ഐഡിയ ഉണ്ട് ചേട്ടാ. ചേട്ടനും പെണ്ണുകൂടി മരത്തിൽ കയറുന്നത്, കിണറ്റിൽ ചാടാൻ പോകുന്ന പെണ്ണെ ചേട്ടൻ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത്, പല ഐഡിയകളുണ്ട് എന്റെ. ശരി. ചേട്ടൻ ഇങ്ങനെ ഇരിക്കാം. കുനിയാൻ പറ്റത്തില്ല മോനെ, നട്ടലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ചെറുപ്പമായതിന്റെ. എത്ര വയസ്സുണ്ട് ചേട്ടാ? എനിക്കൊരു 52. എന്നാലും എല്ലാരും പറയുന്നത് ഞാൻ ഭയങ്കര ചെറുപ്പമാണ്. അതിന് കുഴപ്പമില്ല. ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇങ്ങനെ ചെറുപ്പമായതുകൊണ്ട് പെണ്ണുങ്ങളൊന്നും കിട്ടുന്നില്ല. എല്ലാരും പുറത്തൊക്കെ പോയി പഠിക്കുക. ഞാനൊരു 18 അല്ലെങ്കിൽ ഒരു 20. എന്നാലേ നമുക്ക് ഏജ് ടൈൽ ചെയ്യാവുള്ളൂ. അതെ നമുക്ക് 100 അല്ല, ചിലപ്പോ മില്യൺ ലൈക്കുകൾ വരെ വരും. ചേട്ടൻ താങ്ങുമോ? മില്യണൊക്കെ ഞാൻ താങ്ങും, പക്ഷെ സാധനം കിട്ടിയിരിക്കണം എനിക്ക്. മില്യൺ ലൈക്സ് ആയിരുന്നല്ലേ ചേട്ടൻ? കാണാ ആദ്യത്തെ ഫോട്ടോ. ഇതിലെന്നെ മോന്തെന്തിയോ? ചേട്ടൻ്റെ കാലല്ലേ ഇത്? അതെ. ചേട്ടനടുത്ത കയ്യിലാണോ ഇത്? അതെ. ചേട്ടൻ്റെ പിന്നിനല്ലേ ഇത്? അതെ. ചേട്ടനല്ലേ? പക്ഷെ എന്നാലും എന്നെ ഫേസ് കണ്ടെങ്കിൽ ആളിനെ തിരിച്ചറിയുള്ളൂ. നിർബന്ധമുണ്ടോ? നിർബന്ധമാണ്. ഒന്നും എടുക്കണോ? അടുത്ത കാണിക്കാം. ചേട്ടൻ വണ്ടിയുടെ അവിടെ നിൽക്കുന്നു. എടാ, ഇതിൽ എന്റെ വണ്ടി എന്റെ കൈ മാത്രമല്ലേ ഉള്ളൂ. ചേട്ടൻ്റെ കൈയല്ലേ ഇത്? അതെ. ചേട്ടൻ്റെ വണ്ടിയല്ലേ ഇത്? അതെ. ചേട്ടൻ്റെ വണ്ടി വേറെ ആരും കൈ വെക്കുവോ? ഇല്ല. ചേട്ടനല്ലേ വെക്കത്തുള്ളൂ. ഇത് ചേട്ടനല്ലേ?
എടോ എന്നാലും എന്റെ മോന്ത കാണുന്നുണ്ട്. എന്റെ മോന്ത എടുക്കാനല്ല താൻ വന്നത്. ഒന്നും എടുക്കണോ? ആ എന്റെ ഒരു ഫേസ് ഉള്ള ഒരെണ്ണം എടുത്ത് കാണിച്ചു. അടുത്തൊരു കാണുമല്ലോ. എടോ ഇതിൽ എന്തിടോ എന്റെ ഫേസ്? ഇതും ചേട്ടൻ്റെ കൈയല്ലേ? അതെ. ചേട്ടൻ്റെ വീടല്ലേ? അതെ. ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ കൈ പൊക്കി വേറെ ആരും നിൽക്കും? എടാ എന്റെ വീട്ടിൽ വേറെ കുറെ പേരുണ്ട്. ആണോ? അതും വേറെ വേറെ എടുക്കാം. കറക്റ്റായിട്ട് വണ്ടി ചേട്ടൻ്റെ കൈ കൂടെ പോകുന്നത്. എടാ ഇത് ബസ് മാത്രമല്ലേ ഉള്ളൂ? അല്ല ഇത് ചേട്ടൻ്റെ കൈയല്ലേ? എടോ താൻ എന്റെ കയ്യും കാലും ഒക്കെ ഫോട്ടോ എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്? അതോ എന്റെ ഫേസിന്റെ ഫോട്ടോ എടുക്കാനോ? കൈയും കാലും ഒക്കെ ചേട്ടൻ്റെ തന്നെയല്ലേ? എടാ നാട്ടുകാർക്ക് മൊത്തം എന്റെ കയ്യും കാലും എല്ലാം അറിയോ? അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലേ? താൻ എവിടെ നിന്നായിട്ട് വരുന്നെന്ന് പറഞ്ഞ്? ഞാൻ ഇപ്പോൾ ഉളമ്പറയാൻ ഇങ്ങനെ. ആ ശരി. മക്കൾ എത്ര നാളിപ്പോ ഇറങ്ങിയിട്ടിപ്പോ? ഞാൻ ഇറങ്ങിയതല്ലോ. അത് ശരി. മോനെ ഒന്ന് ആ ഗേറ്റിന്റെ അവിടെ വരെ ഒന്ന് വരുമോ? ക്യാമറ ഇറക്കി ഇപ്പൊ ഒരു ചേട്ടനതൊഴി വരിക. ചേട്ടനോട് ഞാൻ കാര്യം പറയണോ? മോനെ ഒന്ന് ഗേറ്റിന്റെ അവിടെ വരെ ഒന്ന് പോയി. അവിടെ എന്തോ ഫോട്ടോ എടുത്തപ്പോ തട്ടിപ്പുറത്തുണ്ടോ? ചെല്ലേ മോനെ ആ ഗേറ്റിന്റെ അവിടെ വരെ ഒന്ന് പോയി. ചേട്ടൻ നമുക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. മോനെ ഗേറ്റിന് അങ്ങോട്ട് പോയി. അതെ അവിടെ നിന്ന് എനിക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടൻ ഇങ്ങനെ ഫ്രണ്ട് റോഡിൽ. അല്ല നമുക്ക് മോൻ ഗേറ്റിന് അപ്പുറത്തേക്ക്, ഞാൻ എന്നിട്ട് ഗേറ്റിന്റെ ഇപ്പുറത്ത് നിന്ന് മോൻ ഫോട്ടോ എടുത്താൽ മതി. അടുത്ത് നിൽക്കുമ്പോൾ ഒരു ബസ് ഇങ്ങനെ കീറി പാഞ്ഞു വരുമ്പോൾ അതിന്റെ ഒരു ക്ലോസപ്പ് നമുക്ക് എടുക്കാം. എടുക്കാം. ചെല്ലേ എവിടെ നിൽക്കാം ചേട്ടൻ? അല്ല മോൻ ഇവിടെ വേണ്ട, മോൻ ഗേറ്റിന് അപ്പുറം പോകും. ചേട്ടൻ റോഡിൽ നിൽക്കണം. അല്ല മോൻ ഗേറ്റിന് അപ്പുറം പോകും. ചേട്ടൻ റോഡ് നിൽക്കുമ്പോൾ റോഡിലൊരു ടിപ്പർ ലോറി അല്ലെങ്കിൽ കീറി പാഞ്ഞു. അത് നമുക്ക് സ്ലോ മോഷൻ എടുക്കാം. മോൻ ആദ്യമേ അപ്പുറം എടു. ചേട്ടൻ ഇടിച്ച് തെറിക്കുന്ന വേണോ അതോ ഇടിക്കുന്നതിന് മുമ്പോ? അല്ല മോൻ കുറച്ചുകൂടെ ആ റോഡിന്റെ അപ്പുറത്തോട്ട് നീങ്ങി. എന്നിട്ട് മോൻ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു പോക്കോ. അവിടുന്ന് കുറച്ചുകൂടെ നേരെ നടന്നു. അങ്ങനെ നേരെ പോക്കോേ. അങ്ങനെ നേരെ പോക്കോ. അവിടെ നേരെ പോകുമ്പോൾ നല്ലൊരു സ്പോട്ടുണ്ട്. അവിടെ നേരെ പോക്കൂ. ഇല്ല നേരെ പോക്കൂ. ആ വഴി അങ്ങ് പോക്കൂ. ഓക്കെ.